ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനം 24. മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റേതാണ്. സമുദ്രങ്ങൾക്ക് മുകളിൽ അതിൻ്റെ അടിസ്ഥാനമുറപ്പിച്ചതും നദിക്ക് മുകളിൽ അതിനെ സ്ഥാപിച്ചതും അവിടുന്നാണ്. ഈ ഭൂമിയും അതിലെ സകലവും സൃഷ്ടിച്ചതും അതിനെ പരിപാലിക്കുന്നതും നമ്മുടെ ദൈവമായ കർത്താവാണ്. മഹത്വത്തിൻ്റെ രാജാവാണ്. ഇതാ അവിടുന്ന് എഴുന്നള്ളുകയാണ്. 3 മുതലുള്ള വചനങ്ങളിൽ ഒരു ചോദ്യമാണ്. കർത്താവിൻ്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും? ഇപ്രകാരമുള്ള മഹത്വത്തിൻ്റെ രാജാവിൻ്റെ കൂടെ വസിക്കുവാനായിട്ട് ആർക്കൊക്കെയാണ് സാധിക്കുക? 4-ാമത്തെ വചനം അതിൻ്റെ ഒരു ഉത്തരമാണ്. കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ, മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ. അവൻ്റെ മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയും. രക്ഷകനായ ദൈവം അവന് നീതി നടത്തിക്കൊടുക്കും. ഇത്രപ്രകാരമുള്ള മഹത്വത്തിൻ്റെ രാജാവിൻ്റെ കൂടെ വസിക്കുവാനുള്ള യോഗ്യത എന്താണ് എന്നുള്ള ചോദ്യത്തിന് നിഷ്കളങ്കമായി ജീവിക്കുക എന്നുള്ളൊരു ഉത്തരമാണ് നമുക്ക് ലഭിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ സുവിശേഷ ഭാഗ്യങ്ങൾ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പ്രത്യേകം കാണാനായിട്ട് സാധിക്കും. ഒരുപാട് ഭാഗ്യവാന്മാരെക്കുറിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. നീതിക്ക് വേണ്ടി ദാഹിക്കുക, ഹൃദയ ശുദ്ധി ഉള്ളവരായിരിക്കുക. അങ്ങനെ ദൈവത്തെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കുണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ച് സുവിശേഷ ഭാഗ്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഉള്ളവർക്കാണ് ദൈവത്തോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴും ജീവിക്കാനായിട്ട് സാധിക്കുക. ഇപ്രകാരമുള്ളവരാണ് അവിടുത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ തലമുറ എപ്പോഴും ദൈവമാണ് സകലത്തിൻ്റെയും സൃഷ്ടാവെന്നും അവിടുന്നാണ് എല്ലാം പരിപാലിക്കുന്നതെന്നും അവിടത്തോടു കൂടെ വസിക്കണമെങ്കിൽ എപ്പോഴും നിർമ്മലരായിരിക്കണമെന്നും നിഷ്കളങ്കരായിരിക്കണമെന്നും വിശ്വസിക്കുകയും അപ്രകാരം നീതിക്ക് വേണ്ടി എപ്പോഴും പരിശ്രമിക്കുക. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ പീഡനമേൽക്കേണ്ടി വന്നാലും അവർ സന്തോഷിക്കണം. ഹൃദയത്തിൽ അവർക്ക് ആരുടെ വെറുപ്പോ വിദ്വേഷമോ ഇല്ല. ഹൃദയത്തിൽ അവരെപ്പോഴും ദൈവത്തെ കാണും. കാരണം ഹൃദയത്തെ വിശുദ്ധമായിട്ട് സൂക്ഷിക്കുവാനായിട്ട് അവർക്ക് സാധിക്കും. അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുക. അപ്പസ്തോല പ്രവർത്തനത്തിൽ നാം കാണുന്നുണ്ടല്ലോ, ആദ്യത്തെ രക്തസാക്ഷിയായിരിക്കുന്ന സ്തെഫാനോസിനെ കല്ലെറിഞ്ഞ് അവർ കൊല്ലുമ്പോഴും ഓരോ കല്ലേറ് കിട്ടുമ്പോഴും അദ്ദേഹം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി മഹിമയുടെ സിംഹാസനത്തിലിരിക്കുന്ന യേശുക്രിസ്തുവിനെ ദർശിക്കുകയാണ്. കാരണം അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ കണ്ണുകളിലും സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചയാണ്. തന്നെ കല്ലെറിയുന്നവരോടും അദ്ദേഹത്തിന് പരാതിയില്ല, പരിഭവമില്ല. ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ചതുപോലെ അദ്ദേഹവും പ്രാർത്ഥിച്ചു, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെ ക്ഷമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും അദ്ദേഹത്തിൻ്റെ നേത്രങ്ങൾക്കും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് സാധിച്ചു. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നേത്രത്തിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെങ്കിൽ നിഷ്കളങ്കരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.